നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാൻ ഓരോ നടപടികൾ ആവിഷ്കരിക്കുകയാണ് കുവൈറ്റ്. രാജ്യത്ത് ആകെയുള്ള 46 ലക്ഷം ജനങ്ങളിൽ 34 ലക്ഷവും പ്രവാസികളാണ്. 70% വിദേശികളെന്ന ജനസംഖ്യാപരമായ ഈ അസന്തുലിതാവസ്ഥ കുറച്ചുകൊണ്ടുവരാൻ തന്നെയാണ് കുവൈത്തിന്റെ നീക്കം. നിശ്ചിത തൊഴിലുകൾ ചെയ്യുന്നവർ ഒഴികെയുള്ള പ്രവാസികൾക്ക് ഫാമിലി വിസ നിർത്തിവെച്ചിരിക്കുന്നത് കുവൈറ്റ് തുടരുകയാണ്. ഇതിനു പിന്നാലെ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനയും കുവൈറ്റ് കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ രാജ്യത്ത് സ്വകാര്യ ഫാമിലി റെസിഡൻഷ്യൽ താമസ സ്ഥലങ്ങളിൽ ബാച്ചിലർമാരെ താമസിപ്പിക്കരുതെന്ന നിയമവും കർശനമാക്കി. സ്വദേശികൾ താമസിക്കുന്ന പാർപ്പിട മേഖലകളിൽ പ്രവാസി ബാച്ചിലർമാരെ താമസിപ്പിക്കരുതെന്നാണ് നിയമം. പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ കെട്ടിടങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതായി ബാച്ചിലർമാരുടെ താമസം നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയ സർക്കാർ സമിതി അറിയിച്ചു. മുനിസിപ്പൽ മന്ത്രാലയം വിവിധ ഗവർണറേറ്റുകളിലായി 415 പ്രോപ്പർട്ടികളിൽ പരിശോധന നടത്തുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തതായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ സൗദ് അൽ ദബ്ബൂസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതുവരെ കൈക്കൊണ്ട നടപടികൾ വിശദമാക്കി സമിതി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. റെസിഡൻഷ്യൽ ഏരിയകളിൽ താമസിക്കുന്ന ബാച്ചിലർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമഗ്രമായ സംരംഭം കഴിഞ്ഞ ജൂൺ 5-നാണ് പ്രഖ്യാപിച്ചത്. 1150 വീടുകൾ നിയമം ലംഘിച്ച് ബാച്ചിലർമാർ ഉപയോഗിക്കുന്നതായി മുനിസിപ്പാലിറ്റി കണ്ടെത്തിയെന്നും അന്ന് സൗദ് അൽ ദബ്ബൂസ് വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരം കെട്ടിടങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ പരിശോധനാ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകുകയുമുണ്ടായി. സർക്കാർ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംയുക്ത സമിതി ഖൈത്താൻ മേഖലയിലാണ് വിപുലമായ പരിശോധനാ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 6 മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനാ ക്യാമ്പയിനിൽ കുടുംബ മേഖലകളിലെ വീടുകൾ നിരീക്ഷിക്കാനും പുതിയ പരാതികൾ പരിശോധിക്കാനുമായിരുന്നു നിർദ്ദേശം. കണ്ടെത്തുന്ന നിയമലംഘനങ്ങളിൽ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതിന് നീതിന്യായ മന്ത്രാലയവുമായി മുനിസിപ്പാലിറ്റി വിഭാഗത്തെ നേരിട്ട് ബന്ധിപ്പിക്കുകയുമുണ്ടായി. തത്സമയ അപ്ഡേറ്റുകൾ നൽകാൻ പ്രാപ്തമാക്കുന്നതിനാണിത്. കുടുംബ താമസ കേന്ദ്രങ്ങളിൽ ബാച്ചിലർ താമസം ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് മുനിസിപ്പാലിറ്റി രാജ്യത്തെ പൗരന്മാരോടും അഭ്യർത്ഥിച്ചിരുന്നു. ഇത്തരം മേഖലകളിൽ ബാച്ചിലർ താമസം സമ്പൂർണ്ണമായി നിരോധിക്കുന്നതിനുള്ള നിയമം മുനിസിപ്പൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട്. കരട് നിയമം കുവൈറ്റ് മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. നിയമത്തിന് ഫത്വ, നിയമനിർമ്മാണ വകുപ്പുകളുടെ അംഗീകാരം ലഭിച്ചിരുന്നു. നിയമം ലംഘിച്ചാൽ 1000 മുതൽ 5000 ദിനാർ വരെ പിഴ ഈടാക്കുമെന്നും കരട് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതേസമയം നിശ്ചിത തൊഴിലുകൾ ചെയ്യുന്നവർ ഒഴികെയുള്ള പ്രവാസികൾക്ക് ഫാമിലി വിസ തടഞ്ഞത് തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം. താമസ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി വിസ നിർത്തിവെച്ചിരിക്കുന്ന തീരുമാനം തുടരുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റെസിഡൻസി നിയമലംഘകരുടെ എണ്ണം കുറയ്ക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം കഠിന പ്രയത്നത്തിലാണ്. രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന പ്രവാസികളെ പിടികൂടി നാടുകടത്തുന്ന നടപടി ഊർജിതമാക്കാൻ 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. 1.5 ലക്ഷത്തോളം പ്രവാസികൾ രേഖകളില്ലാതെ കഴിയുന്നുണ്ടെന്നാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. ഇത്തരക്കാരെ കണ്ടെത്തി യാത്രാ രേഖകൾ ശരിയാവുന്നതുവരെ ജയിലുകളിൽ പാർപ്പിക്കുകയും ടിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കി നാടുകടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ, തൊഴിൽ വകുപ്പുകളും വിപുലമായ പരിശോധനയും നടപടികളും സ്വീകരിച്ചു വരികയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.